59 വർഷക്കാലത്തെ ചരിത്രം ഇത്തവണ നാദാപുരം തിരുത്തും. അത് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് നാദാപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൂടി എത്തുകയാണ്. അപ്പോൾ ഇത് പ്രചരണങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ നേരിട്ടെത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഗാന്ധി കുടുംബത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വരിക എന്നത് നാദാപുരത്തിനും ആദ്യമാണ്. സ്വാഭാവികമായിട്ട് ഈ രാവിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഈ രാവിലെ 11 മണിയാകുമ്പോഴത്തേക്ക് ആളുകൾ തമ്പടിച്ച് 1 മണിക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഈ നാദാപുരത്ത് തടിച്ചുകൂടിയെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് തർക്കം വേണ്ട, ജനങ്ങൾക്ക് തർക്കമില്ല. നാദാപുരം ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാകും. അതിന് രാഹുൽ ഗാന്ധിയുടെ വരവ് അതിന് കൂടുതൽ ശക്തി നൽകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നപ്പോൾ എല്ലാം കൊണ്ടും ഇത്തവണ നാദാപുരം ഓക്കെയാണ്. നാദാപുരം UDF ഒപ്പമാണ്. കുട്ടികളൊക്കെ തന്നെ സെൽഫി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തരംഗമായോ? അല്ല, ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരുപക്ഷെ അഭിജിത്ത് ഒരു വ്യക്തിയാണ്. ഇന്ന് എന്നെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഈ നാദാപുരം ഏറ്റെടുത്തു എന്നതാണ്. ഉമ്മമാരും അമ്മമാരും ഒക്കെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വാഹന പ്രചരണ ജാഥയുടെ വാഹനത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ റോഡിലേക്ക് കടന്നു വന്ന് ആശീർവദിക്കാനും ചേർത്ത് പിടിക്കാനും തയ്യാറാകുമ്പോൾ അവരുടെ ഹൃദയത്തിലൊരു സ്ഥാനം തന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുടെ ആ സ്നേഹത്തിന് മുൻപിൽ ജീവിതത്തിലുടനീളം അവരോട് കടപ്പെട്ടിരിക്കുന്നു. 960 മാറ്റി ഇടതു കോട്ടയാണ്, അത് പിടിച്ചെടുക്കും. 59 വർഷക്കാലത്തെ ചരിത്രം ഇത്തവണ നാദാപുരം തിരുത്തും. അത് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. വയനാട് കാര്യമാണ്, വയനാട് പുനരധിവാസമാണ് സർക്കാർ ചർച്ചയാക്കുന്നത്. അതേസമയം തന്നെ വിലങ്ങാട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ആ സംഭവം ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയെ മാറില്ലേ? ശരി, കേരളത്തിൽ CPMന് ഏറ്റവും വലിയ തിരിച്ചടികൾ കേരളം ഉടനീളം നേരിടുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തെ വിലങ്ങാട് ഈ തവണ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളുകൾ പോലും ആർക്കെതിരെ ജനവിധിയിടാൻ തയ്യാറായിരിക്കുന്നു. കാരണം ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചതിൻ്റെ സമാനമായി നാദാപുരത്ത് സംഭവിച്ചു. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, മറ്റുള്ള ആളുകൾ മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ വീടില്ലാതായി, കൃഷിസ്ഥലമില്ലാതായി, ഭൂമിയില്ലാതായി, കുടിയിറക്കപ്പെട്ടു. അവരിപ്പോഴും പുറത്താണ്. ചേർത്ത് പിടിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതിനൊക്കെയുള്ള തിരിച്ചടി ജനങ്ങൾ നൽകും. അത് വിലങ്ങാട്ടിലും അത് കോഴിക്കോടും കേരളത്തിലും നമ്മൾ കാണുകയും ചെയ്യും. രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നിതാന്തം പോരാടുന്ന, ഭരണഘടന കൈകളിലേന്തി പോരാടുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് നാദാപുരത്തെ ജനങ്ങളുമെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമ്മൾ കാണും. തീർച്ചയായും ഇടതുകോട്ട പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം, അതിന് രാഹുലിന്റെ പ്രചരണം ഒരു ശക്തിയായി മാറുമെന്ന് കൂടി അഭിജിത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.